ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഫിനിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 40 പ്രോ 5G സീരീസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഇൻഫിനിക്സ് നോട്ട് 40 പ്രോ അതുപോലെ തന്നെ പ്രോ പ്ലസ് എന്നീ ഫോണുകൾ വരുന്നതായിരിക്കും. അപ്പം 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഒക്കെ വരും. AMOLED ഡിസ്പ്ലേയും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ MediaTek Dimensity 7020 എന്ന പ്രൊസസ്സറൊക്കെ വന്നേക്കാം. 108 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഇൻഫിനിക്സ് നോട്ട് 40 പ്രോയിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. പ്രോ പ്ലസ്സിൽ 4600 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിലോട്ട് വന്നേക്കാം. പിന്നെ ഐക്യൂടെ ഐക്യു Z9X എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറും പിന്നെ വളരെ കൂടിയ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. വിവോ T3X എന്ന സ്മാർട്ട് ഫോണും ഈ മാസം ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. അതിലും ചിലപ്പം ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെ വന്നേക്കാം. പിന്നെ വിവോയുടെ വിവോ X Fold 3 എന്ന ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഫോൾഡബിൾ ഫോണാണ്. 8.03 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും 6.53 ഇഞ്ചിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറും 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നതായിരിക്കും. ചിലപ്പം ഓപ്പോയുടെ ഓപ്പോ ഫൈൻഡ് X7 സീരീസ് ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ X7ൽ MediaTek Dimensity 9300 എന്ന പ്രോസസ്സറും X7 Ultraയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും വന്നേക്കാം. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. 5000 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ X7 Ultraയിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ എക്സ്ട്രാ വരുന്നതായിരിക്കും. പിന്നെ ടെക്നോ Camon 30 അതുപോലെ തന്നെ 30 പ്രീമിയർ 5G എന്നീ ഫോണുകൾ ഇപ്പോൾ BIS സർട്ടിഫിക്കേഷൻ സെറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം ഈ ഫോണുകൾ ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ Camon 30ൽ MediaTek Dimensity 7020 എന്ന പ്രോസസ്സറായിരിക്കും വരിക. എന്നാൽ പ്രീമിയറിൽ MediaTek Dimensity 8200 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. ഈ ഫോണിലുള്ള 5000 mAh ബാറ്ററിയും 70 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. Camon 30ൽ 50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരും. എന്നാൽ പ്രീമിയറിൽ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി മോട്ടോറോളയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 3 മോട്ടോ എഡ്ജ് 50 പ്രോ എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേയും കേർവ്ഡ് ഡിസ്പ്ലേയും 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരും. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയും 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. വില ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പം എത്തിയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോട്ടോറോളയുടെ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോണും ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ MediaTek Dimensity 7020 എന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. പഞ്ചുവൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ മോട്ടോറോളയുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന സ്മാർട്ട് ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ OLED ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറും 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ OnePlusൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlusൻ്റെ നോഡ് C4 എന്ന സ്മാർട്ട് ഫോൺ ഏപ്രിൽ 1 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇതിൽ 6.74 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കാം. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ OnePlusൻ്റെ നോഡ് 4 എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിലും 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരും. പിന്നെ സാംസങ്ങിൻ്റെ M55 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ടീസറും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരും. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്.
പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോണും ഈ മാസം ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. സാംസങ് M15 5G എന്ന സ്മാർട്ട് ഫോണും ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ടീസർ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ചേ വരുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 50+5+2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ വളരെ കൂടി 6000 mAh ബാറ്ററി ഒക്കെ വരും. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ ഏപ്രിൽ 2-ന് Realme 12X 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറൊക്കെ വരും. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഈ ഒരു ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഏപ്രിൽ 2-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ Xiaomi 14CV എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. 50+50+12 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32+32 മെഗാ സെൽഫി ക്യാമറയും വന്നേക്കാം. 4700 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പോക്കോയുടെ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിലും സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. 1.5K OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ സോണി IMX 882ൻ്റെ മെയിൻ ക്യാമറ സെൻസറൊക്കെ വരുന്നതായിരിക്കും. 20 മെഗാ സെൽഫി ക്യാമറയും വന്നേക്കാം. ഈ ഒരു ഫോൺ ചിലപ്പം ഒരു 40,000 രൂപയ്ക്ക് താഴെയായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.